എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സാമുവൽ ഹണ്ടിങ്ടന്റെ വളരെ പ്രശസ്തമായ, അതേസമയം ഒരുപാട് വിവാദങ്ങൾക്കും വഴിവെച്ച ഒരു ആശയത്തെക്കുറിച്ചാണ്. ദ ക്ലാഷ് ഓഫ് സിവിലൈസേഷൻസ് അഥവാ നാഗരികതകളുടെ സംഘട്ടനം. എന്താണിത്? നമുക്ക് വെറും 5 മിനിറ്റ് കൊണ്ട് ഇതിന്റെ പ്രധാന കാര്യങ്ങളിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഒന്ന് ഓർത്തു നോക്കൂ, 1990കളുടെ തുടക്കം. സോവിയറ്റ് യൂണിയന്റെ പതനം കഴിഞ്ഞു. ശീതയുദ്ധം അവസാനിച്ചിരിക്കുന്നു. ലോകം മുഴുവൻ ഒരു പുതിയ തുടക്കത്തിനായി കാത്തിരിക്കുകയാണ്. ഒരു വശത്തു വലിയ പ്രതീക്ഷ, മറുവശത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നൊരു അനിശ്ചിതത്വം. പതിറ്റാണ്ടുകളായി നിലനിന്ന ആ ഒരു ശത്രുതയൊക്കെ തീർന്നപ്പോൾ എല്ലാവരും ചോദിച്ച ഒരേ ഒരു ചോദ്യം ഇതായിരുന്നു: ഇനി എന്ത്? ലോകം എങ്ങോട്ടാണ് പോകുന്നത്? അപ്പൊ ആ ഒരു ചോദ്യത്തിന് പ്രധാനമായും രണ്ടുത്തരങ്ങളാണ് വന്നത്. ഒരു വശത്ത് ഫ്രാൻസിസ് ഫുക്കുയാമ. അദ്ദേഹം പറഞ്ഞു, ചരിത്രം അവസാനിച്ചു എന്ന്. അതായത് ലോകം മുഴുവൻ പതുക്കെ പാശ്ചാത്യ ജനാധിപത്യം സ്വീകരിക്കും, പിന്നെ ലോകത്ത് സമാധാനമായിരിക്കും. പക്ഷെ മറുവശത്ത് സാമുവൽ ഹണ്ടിങ്ടൺ പറഞ്ഞു, അല്ല, അദ്ദേഹം പ്രവചിച്ചത് നേരെ തിരിച്ചായിരുന്നു. ലോകം സമാധാനത്തിലേക്ക് പോവുകയല്ല, മറിച്ച് സംസ്കാരത്തിന്റെയും നാഗരികതയുടെയും പേരിൽ പുതിയ സംഘർഷങ്ങളിലേക്ക് പോവുകയാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. അപ്പോ എന്തായിരുന്നു ഈ നാഗരികതകളുടെ സംഘട്ടനം എന്നതുകൊണ്ട് ഹണ്ടിങ്ടൺ കൃത്യമായി ഉദ്ദേശിച്ചത്? അദ്ദേഹത്തിന്റെ പ്രധാന വാദം ഇതായിരുന്നു: നോക്കൂ, പ്രത്യയശാസ്ത്രങ്ങളുടെ കാലഘട്ടം കഴിഞ്ഞു. കമ്മ്യൂണിസവും ക്യാപിറ്റലിസവും തമ്മിലുള്ള ആ വലിയ പോരാട്ടമെല്ലാം ഇനിയില്ല. ഇനി ലോകത്തെ നിയന്ത്രിക്കാൻ പോകുന്നത് അതൊന്നുമല്ല, തികച്ചും പുതിയൊരു ശക്തിയാണ്. ഇതാണ് അദ്ദേഹത്തിന്റെ ആശയത്തിന്റെ കാതൽ. അദ്ദേഹം പറഞ്ഞത് ഇതാണ്: ശീതയുദ്ധത്തിനു ശേഷമുള്ള ലോകത്ത് ഏറ്റവും അപകടകരമായ യുദ്ധങ്ങൾ നടക്കാൻ പോകുന്നത് രാജ്യങ്ങൾ തമ്മിലായിരിക്കില്ല, പകരം നാഗരികതകൾ തമ്മിലായിരിക്കും. ശരിക്കും പറഞ്ഞാൽ അന്നിത് കേട്ട പലർക്കും ഇതൊരു ഞെട്ടലായിരുന്നു. അത്രയ്ക്ക് ശക്തവും പ്രകോപനപരവുമായിരുന്നു ഈ ഒരു പ്രസ്താവന. ഓക്കെ, അപ്പോൾ ഒരു ചോദ്യം വരും, എന്താണ് ഈ നാഗരികത അഥവാ സിവിലൈസേഷൻ? ഹണ്ടിങ്ടൺ ഇതിനെ നിർവചിച്ചത് ഇങ്ങനെയാണ്: ഒരു പൊതുവായ ഭാഷ, മതം, ചരിത്രം, ആചാരങ്ങൾ ഇതെല്ലാം പങ്കുവയ്ക്കുന്ന ഏറ്റവും വലിയൊരു മനുഷ്യവിഭാഗം. അതായത് ഒരു രാജ്യത്തെക്കാൾ വലുതായിരിക്കും, പക്ഷെ മനുഷ്യരാശി എന്ന അത്രയ്ക്കും വലുതുമല്ല, അതിനിടയിലുള്ള ഒരു വലിയ സാംസ്കാരിക ഐഡന്റിറ്റി. അങ്ങനെ ഈയൊരു ആശയം വെച്ച് ഹണ്ടിങ്ടൺ ലോകത്തെ വലിയ കുറച്ച് സാംസ്കാരിക ഗ്രൂപ്പുകളായിട്ടങ്ങ് തിരിച്ചു. ഏതൊക്കെയാണ് ഈ ഗ്രൂപ്പുകൾ? നമുക്ക് നോക്കാം. ഇതൊക്കെയാണ് അദ്ദേഹം പറഞ്ഞ പ്രധാന നാഗരികതകൾ. പാശ്ചാത്യം, അതായത് യൂറോപ്പും നോർത്ത് അമേരിക്കയും. പിന്നെ ഇസ്ലാമികം, കൺഫ്യൂഷൻ അഥവാ ചൈന ഉൾപ്പെടുന്നവ. ഹിന്ദു, ഓർത്തഡോക്സ്, ജാപ്പനീസ്, ലാറ്റിൻ അമേരിക്കൻ, പിന്നെ ആഫ്രിക്കൻ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അദ്ദേഹം ലോകത്തെ രാജ്യങ്ങളുടെ അതിർത്തി വെച്ചല്ല നോക്കിയത്, പകരം ഈ വലിയ കൾച്ചറൽ ബ്ലോക്കുകളായിട്ടാണ് കണ്ടത്. ഇനി ഇതാണ് അദ്ദേഹത്തിന്റെ സിദ്ധാന്തത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അദ്ദേഹം പറഞ്ഞു, ഭാവിയിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ പോകുന്നത് ഈ നാഗരികതകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന അതിർത്തികളിലാണ്. അദ്ദേഹം അതിനെ ഫോൾട്ട് ലൈൻസ് എന്നാണ് വിളിച്ചത്. ഭൂകമ്പമുണ്ടാകുന്ന പോലത്തെ വിള്ളലുകൾ. കാരണം ഇവിടെയാണ് വ്യത്യസ്തമായ മൂല്യങ്ങളും വിശ്വാസങ്ങളും നേർക്കുനേർ വരുന്നത്. ഉദാഹരണത്തിന്, പാശ്ചാത്യ ലോകവും ഇസ്ലാമിക ലോകവും തമ്മിലുള്ള സംഘർഷങ്ങൾ, അല്ലെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ. ഇതൊക്കെ ഈ ഫോൾട്ട് ലൈനുകളിലാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശരി, അപ്പൊ അദ്ദേഹത്തിന്റെ പ്രധാന വാദങ്ങൾ നമുക്ക് ഒന്നുകൂടി ഓർക്കാം. ഒന്നാമതായി, ഐഡിയോളജിയുടെ കാലം കഴിഞ്ഞു, ഇനി കൾച്ചറിന്റെ കാലമാണ്. രണ്ടാമതായി, ഇനി ലോകരാഷ്ട്രീയത്തിൽ പ്രധാനം രാജ്യങ്ങളല്ല, ഈ പറഞ്ഞ വലിയ നാഗരികതകളാണ്. പിന്നെ മൂന്നാമതായി, പതുക്കെ പതുക്കെ പടിഞ്ഞാറിന്റെ ശക്തി കുറയും, പകരം മറ്റ് നാഗരികതകള്, ചൈനയെപ്പോലെ ഇന്ത്യയെപ്പോലെയുള്ളവരൊക്കെ കൂടുതൽ ശക്തരാകും. ഇതായിരുന്നു ചുരുക്കത്തിൽ അദ്ദേഹത്തിന്റെ വാദങ്ങൾ. തീർച്ചയായും ഇത്രയും വിവാദപരമായ ഒരു ആശയം വരുമ്പോൾ വെറുതെ ഇരിക്കില്ലല്ലോ. ഇതിനെതിരെ വലിയ വിമർശനങ്ങളും ഉയർന്നുവന്നു. സത്യം പറഞ്ഞാൽ ഈ പുസ്തകം ലോകമെമ്പാടും ഒരു വലിയ സംവാദത്തിന് തന്നെ തിരികൊളുത്തി. എന്തൊക്കെയായിരുന്നു പ്രധാന വിമർശനങ്ങൾ? 1. ഇത് ലോകത്തെ വളരെ സിമ്പിളായി നമ്മളും അവരും എന്ന് രണ്ടായി തിരിക്കുന്നു. 2. യുദ്ധങ്ങൾക്കും സംഘർഷങ്ങൾക്കും പിന്നിൽ സാമ്പത്തികവും രാഷ്ട്രീയമായ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിനെയൊക്കെ അവഗണിച്ച് എല്ലാം സംസ്കാരത്തിന്റെ തലയിൽ കെട്ടിവെക്കുന്നു. ചിലർ പറഞ്ഞത് ഇത് ആളുകൾക്കിടയിൽ പേടിയും ശത്രുതയും ഉണ്ടാക്കാൻ മാത്രമേ സഹായിക്കൂ എന്നാണ്. പിന്നെ ഗ്ലോബലൈസേഷൻ വഴി ലോകം എത്രത്തോളം അടുത്തു എന്നതിനെക്കുറിച്ചൊന്നും ഇത് പറയുന്നില്ല. അതുപോലെ ഒരു നാഗരികതയ്ക്കുള്ളിൽ തന്നെ എത്രയെത്ര വ്യത്യാസങ്ങളുണ്ട്, അതിനെയൊന്നും ഇത് കണക്കിലെടുക്കുന്നില്ല എന്നും വിമർശകർ ചൂണ്ടിക്കാണിച്ചു. പക്ഷേ ഈ വിമർശനങ്ങളെക്കാളൊക്കെ ഉപരിയായി അദ്ദേഹത്തിന്റെ പുസ്തകത്തിലെ ഒരൊറ്റ വാചകം,
അത് വലിയൊരു കോളിളക്കം തന്നെയുണ്ടാക്കി. എന്തായിരുന്നു അതെന്നല്ലേ? ഇതായിരുന്നു ആ വാചകം, ഇസ്ലാമിന്റെ രക്തരൂക്ഷിതമായ അതിർത്തികൾ. ഈയൊരു പ്രയോഗം മാത്രം മതിയായിരുന്നു ലോകമെമ്പാടും വലിയ രീതിയിലുള്ള ചർച്ചകളും വിവാദങ്ങളും ഉണ്ടാകാൻ. ഈയൊരു പ്രയോഗം തികച്ചും ഏകപക്ഷീയവും മുൻവിധിയോട് കൂടിയുള്ളതുമാണെന്ന് ഒരുപാട് പേർ വാദിച്ചു. ഇത് ഇസ്ലാമോഫോബിയ, അതായത് ഇസ്ലാം മതത്തോടുള്ള ഭയം വളർത്താൻ കാരണമായി എന്ന വളരെ ഗുരുതരമായ ഒരു ആരോപണം വരെ അദ്ദേഹത്തിന് നേരെ ഉയർന്നു. ശരി, ഇത്രയൊക്കെ വിമർശനങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും ഹണ്ടിങ്ടന്റെ ഈ ആശയത്തെക്കുറിച്ച് സംസാരിക്കുന്നത്? കാരണം അതിന് അതിന്റേതായ ഒരു പ്രാധാന്യം ഇന്നുമുണ്ട്. എന്താണെന്ന് നോക്കാം. ഇതിന്റെ കാരണം പലരും ഇന്നത്തെ ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങളെയും മനസ്സിലാക്കാൻ ഈയൊരു തിയറി ഉപയോഗിക്കുന്നുണ്ട് എന്നതാണ്. ഉദാഹരണത്തിന് 11/11 ആക്രമണത്തിനു ശേഷമുള്ള ലോകത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ പാശ്ചാത്യ ലോകവും മിഡിൽ ഈസ്റ്റിലെ ചില രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, ചൈന ഒരു വലിയ ശക്തിയായി വളർന്നുവരുന്നതിനെക്കുറിച്ച് വിശകലനം ചെയ്യുമ്പോൾ, എന്തിനേറെ കൾച്ചറിന്റെ പേരിൽ നടക്കുന്ന രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പോലും ആളുകൾ ഹണ്ടിങ്ടണിന്റെ ഈ ആശയങ്ങളെ ഓർക്കാറുണ്ട്. അതുകൊണ്ട് ഈയൊരു ചോദ്യത്തില് നമുക്ക് നിർത്താം. ശരിക്കും സംസ്കാരമാണോ നമ്മളെ വേർതിരിക്കുന്ന ആ അവസാനത്തെ വര? അതോ മനുഷ്യരെന്ന നിലയിൽ നമുക്കെല്ലാവർക്കും പൊതുവായ താൽപ്പര്യങ്ങളുണ്ടല്ലോ? അതിന് ഈ അതിരുകളെയെല്ലാം മറികടന്ന് നമ്മളെ ഒന്നിപ്പിക്കാൻ കഴിയുമോ? തീർച്ചയായും ചിന്തിക്കേണ്ട ഒരു ചോദ്യം തന്നെയാണിത്. നന്ദി.